മെൻ്റൽ ഹെൽത്ത് എന്താ പറയുക, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ടോപ്പിക്കിലേക്ക് വരാം. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഈസ് ഇൻ ജസ്റ്റ് അബൌട്ട് സ്ട്രഗിളിങ് ഓർ ബീങ് സ്ട്രോങ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി നമ്മളെത്രത്തോളം എന്താ പറയുക കെയർ എഫേർട്ട് ഇടൂല്ലേ. ലൈക്ക് ഒരു പനി വന്നാൽ പോലും നമ്മൾ വേഗം ഓടും ഡോക്ടറെ അടുത്തേക്ക്. പക്ഷേ അതിൻ്റെ ഒരു 20% പോലും നമ്മളെ മെൻ്റൽ ഹെൽത്ത് കെയർ ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടോ? അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ടഫ് ഡേയ്സ്, ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. നമ്മൾ മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഗോ ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടേക്കായാലും പോവാം, ജേർണൽ ചെയ്യുക, അല്ലെങ്കിൽ ടോക്ക് ടു യുവർ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക. ഇങ്ങനത്തെ കുഞ്ഞി കാര്യങ്ങൾ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. ആൻഡ് ഓൾസോ യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ തിങ്സ് അലോൺ. സംസാരിക്കുക. ലൈക്ക് നിങ്ങൾ അത്രയും വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ലൈക്ക് ഫ്രണ്ട്സോ പാർട്ട്ണറോ ആരാച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഗോ സംസാരിക്കുക. ഇനി അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ ജീവിതത്തിലില്ലെങ്കിൽ ഗോ സീക്ക് ഹെൽപ്പ് ഫ്രം പ്രൊഫഷണൽസ്. അതിന് ഒരു മടിയും കാണിക്കേണ്ട. ഓരോരുത്തർ പറയും ഓനിപ്പോൾ അത് കാണിക്കാൻ മാത്രമുള്ള പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഓൾക്ക് കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല, അതിപ്പോൾ കാണിക്കാൻ മാത്രമുള്ള പ്രശ്നമുണ്ടല്ലോ. ഒരു വ്യക്തി ഏത് ഫേസിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് പോകുന്നത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല, അതൊരു സ്ട്രെങ്ത്താണ്. ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ദ പ്ലേസ് യു ലിവ് ഇൻ എവറി ഡേ. സോ കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നമ്മളെ സമാധാനം വിട്ട് അല്ലെങ്കിൽ നമ്മളെ സമാധാനം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും പോകാണ്ടിരിക്കുക. കാരണം യുവർ മൈൻഡ് മാറ്റേഴ്സ്.